എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു സ്പോൺസർഷിപ്പ് വിസ കിട്ടുക എന്നുള്ളത്. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, എന്താണ് ഇതിന്റെ പ്രോസസ്സ്, എന്തുകൊണ്ടാണ് ഇത് കിട്ടാൻ ഇത്രയും ടഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മളെ ഓവർസീസിലെ ഒരു കമ്പനി ഹയർ ചെയ്ത് ലിവ് ആൻഡ് വർക്കിനുള്ള ഇൻവിറ്റേഷൻ തരുന്നതാണ് സ്പോൺസർഷിപ്പ് വിസ. എന്തുകൊണ്ടാണ് നമ്മളെ പോലുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്? അതിനുവേണ്ടി ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കമ്പനിക്ക് ഇതുപോലെ ഒരാളെ ഓവർസീസിൽ നിന്ന് ഹയർ ചെയ്യുവാണെങ്കിൽ ആദ്യം അവിടുത്തെ ഗവൺമെന്റിൽ നിന്നും ഇവർ അപ്രൂവൽ എടുക്കണം. സർട്ടൻ ഫീസ് കെട്ടിവെക്കുകയും ചെയ്യണം. അതായത് അവരുടെ കൺട്രീസിൽ അവർ നോക്കുന്ന ടാലന്റ് ഇല്ല എന്ന് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി ആദ്യം അവരുടെ കൺട്രിയിൽ തന്നെ 30 ഡേയ്സ് അവരുടെ ജോബ് ലിസ്റ്റ് അഡ്വർടൈസ് ചെയ്ത് അവിടെ ഇന്റർവ്യൂ ചെയ്യും. അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് വന്നാൽ മാത്രമേ ഇതുപോലെ ഓവർസീസിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അടുത്തേക്ക് ഈ വേക്കൻസി എത്തത്തുള്ളൂ. അപ്പോൾ ഒന്ന്, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ അത്രയും എക്സ്ട്രീംലി ക്വാളിഫൈഡ് ആയിരിക്കണം, നമ്മൾ എക്സ്ട്രീംലി ടാലന്റഡ് ആയിരിക്കണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഈ സ്പോൺസർഷിപ്പ് കിട്ടുന്നത് അണ്ടർ 482 വിസയുടെ കാറ്റഗറിയിലാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2 സ്ട്രീമാണുള്ളത്, ഷോർട്ട് ടേമും മീഡിയം ടേമും. ഇത് ഫാമിലി വിസയുമായിട്ടും ലഭിക്കുന്നതാണ്. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനെ നമുക്കൊപ്പം കൊണ്ടുപോകാം, അതായത് സ്പോസും ചിൽഡ്രനും. പാരന്റ്സ് ഇതിൽ എലിജിബിൾ അല്ല. ഇതൊരു ഡിജിറ്റൽ വിസയാണ്, ജസ്റ്റ് ഒരു മെയിൽ മാത്രമേ വരത്തുള്ളൂ. ഇതിന്റെ പ്രോസസ്സിംഗ് ടൈമും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. സ്റ്റേ ട്യൂൺഡ്.